ഓക്കെ, നമസ്കാരം. ഓപ്പൺ സ്കൂളിങ്ങിന്റെ ഫിസിക്സിന്റെ തേർഡ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ തേർഡ് സെക്ഷനാണ് ഫിസിക്സിന്റെ ക്ലാസ്സിന്റെ. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീകോൾ നോക്കാം. നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ലൈറ്റ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക് തന്നെയാണ്. അതിൻ്റെ അടുത്ത് നമ്മൾ മിറേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. പിന്നെ ലൈറ്റ് എന്താണ്, ലൈറ്റിന്റെ യൂസസ് എന്താണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സിൽ നമ്മൾ കടന്നു. അതിനും പ്രീവിയസ് ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഫിസിക്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സയന്റിസ്റ്റുകൾ എങ്ങനെയാണ് ആ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുത്തത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ ആഴ്ച ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ലൈറ്റ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷന്റെ ഫർദർ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് റീഫ്രാക്ഷൻ വരുന്നുണ്ട്, പിന്നെ മിറേഴ്സിന്റെ പൊസിഷനും ഫോർമേഷൻ ഓഫ് ഇമേജസും വരുന്നുണ്ട്, പിന്നെ യൂസസ് ഓഫ് കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ വരുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോപ്പ് എവരി വൺ എൻജോയ് ദിസ് ക്ലാസ്. പിന്നെ ഓപ്പൺ സ്കൂളിങ്ങിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോലുള്ള സ്റ്റുഡൻസിനെ മാക്സിമം ഹെൽപ്പ് ചെയ്യാനാണ്. നമ്മൾ ഫ്രീ ആയിട്ടാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവരും. ഓക്കെ, നമുക്ക് ഇനി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് കറക്റ്റ് ടോപ്പിക്കിൽ കടക്കാനായിട്ട് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ ഒരു കോട്ട് ഒന്ന് വായിച്ച് തുടങ്ങാം. നമുക്ക് എന്താണ് ഈ കോട്ടിൽ പറയണത്? എവരിബഡി ഈസ് എ ജീനിയസ്, but if you judge a fish by its ability to climb a tree, it will live its whole life believing that it is stupid. നമ്മുടെ ലോകത്തുള്ള മിക്ക ആൾക്കാരും എന്താണ് ഈ ഒരു സിറ്റുവേഷൻ വിക്റ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പറ്റാത്ത കാര്യങ്ങളാവും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതുമൂലം എന്ത് പറ്റും, അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ അവർ ഒരിക്കലും കാണാണ്ട് സ്വയം ഒരു മണ്ടനാന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മൊത്തം കഴിയണ എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഒരു എഞ്ചിനീയറോ എല്ലാവർക്കും ഒരു ഡോക്ടറോ ആവാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും എന്താണ് എല്ലാ എക്സാമിൽ ഫുൾ മാർക്ക് മേടിച്ച് ടോപ്പർ ആവാനൊന്നും കഴിയില്ല. പക്ഷെ അവരുടെ ഉള്ളില് അവരുടേതായ പ്രത്യേകതരം കഴിവുകൾ ഉണ്ടാവും. ആ കഴിവുകളെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ആ ഒരു വ്യക്തിയുടെ അർത്ഥം ഉണ്ടാവും. ഇപ്പൊ ഒരു മീനിനെ തന്നില്ല, ഒരു മീനെ പിടിച്ചിട്ട് മരം കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്? ഒരിക്കലല്ല. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പുഴയിലോ അല്ലെങ്കിൽ കടലിലോ വളരേണ്ട ഒരു ജീവിയാണ്. അത് നീന്താണ് ചെയ്യാം. അതിനോട് മരം കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമാണ്? അങ്ങനെ മരം കയറി എന്ന് പറഞ്ഞിട്ട് ഒരു മീനെ വളർത്തി കഴിഞ്ഞാൽ ആ ജീവിതകാലം മൊത്തം ആ മീൻ വിചാരിക്കും അത് മരം കയറാനുള്ള ഒരു മീനാണെന്ന്. പക്ഷെ മീനിന്റെ പ്രോപ്പർട്ടി എന്താ, മീനിന്റെ സ്വഭാവം എന്താ? മരം കയറലല്ല. മരം ആരെ കയറുക? കുരങ്ങനാണ്. അപ്പോ നമ്മള് എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ നമ്മൾ കണ്ടെത്താൻ നോക്കണം. ഇപ്പോഴുള്ള സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പാരന്റ്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാ ലൈഫിലും അവരുടെ ഒപ്പീനിയൻസ്, അവര് നടന്ന പാതയിൽ കൂടെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക പാരന്റ്സും റിലേറ്റീവ്സും. പക്ഷെ അത് അവരുടെ തെറ്റല്ല. കാരണം അവര് അത് വിശ്വസിച്ച് അവരുടെ വഴി അതായിരുന്നു. അപ്പൊ അത് സേഫ് ആയതുകൊണ്ട് നിങ്ങളും അതിൽ കൂടെ നടന്നു പോകാൻ വേണ്ടി പറയണതാണ് അവര്. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ ആരാണെന്നുള്ളത് കണ്ടെത്തണം. നമ്മൾ എന്നിട്ട് നമ്മളായിട്ട് ജീവിക്കണം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഉണ്ടായിരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ടീച്ചേഴ്സ് പറഞ്ഞു ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെ മണ്ടൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ലെന്ന്. പക്ഷെ എന്ത് പറയാനാ, അൺഫോർച്ചുനേറ്റ്ലി അവർ തെറ്റിപ്പോയി. നേരെ തിരിച്ചായി. ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെ ജീനിയസ് ഭൂമിയെ കണ്ടിട്ടില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കലും ലോജിക്കൽ പേഴ്സൺ ആയിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഭയങ്കര ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ഇത്രയും വലിയ തിയറികളും കൺസെപ്റ്റുകളും ഒക്കെ വന്നത്. അതൊക്കെ ആളുടെ ക്രിയേറ്റീവ് മൈൻഡിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നത്. അപ്പോ നമ്മളെ എല്ലാവരിലും ഓരോ കഴിവുകൾ ഉണ്ടാവും. ആ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആരാണെന്ന് അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങണം. അപ്പൊ നമുക്കിനി ക്ലാസ്സിലോട്ട് നീങ്ങാം. ഓക്കെ, ഇതിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾസ് ഫോർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ സ്പെറിക്കൽ മിറേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സ്പെറിക്കൽ മിറേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് കോൺകേവ് മിററും കോൺവെക്സ് മിററും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ മിറേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമേജ് കിട്ടണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. ആ റൂൾസ് ആണ് ഇത്.
If in a concave mirror, a ray of light parallel to the principal axis after reflection will pass through the focus or appear to diverge from the focus in case of convex mirror. അപ്പൊ എങ്ങനെ ഉണ്ടാവാം? ആ ഡയഗ്രത്തിൽ നോക്കാം നമുക്ക്. ഈ ആരോ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. ഈ ഡയഗ്രത്തിന്റെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് റേ എ നേരെ വന്നിട്ട് ഇതൊരു കോൺകേവ് മിററാണ്. ഈ കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റീവ് സൈഡാണിത്. ഇവിടെ വന്ന് അടിച്ചിട്ട് ഫോക്കസിന്റെ അകത്ത് കൂടെ പാസ് ചെയ്യണം. അപ്പൊ എന്താണ് പറയണത്? ഒരു റേ ഓഫ് ലൈറ്റ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പിനും എഫിനും സിക്കും കടന്നു പോണ ആ ഒരു ലൈനിനെ പറയാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ ലൈനിന് പാരലൽ ആയിട്ട് പോവാണെങ്കിൽ a ray of light parallel to the principal axis after reflection will pass through the focus or appear to diverge from the focus in case of a convex mirror. അപ്പൊ ഇതിന്റെ അകത്ത് ഫോക്കസിന്റെ അകത്തൂടെ പാസ് ചെയ്യുന്നു. ഒരു കോൺവെക്സ് മിററിന്റെ കേസിലാണെങ്കിലോ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് പോണ റേ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്തിട്ട് അപ്പിയർ ടു പാസ് ത്രൂ ദ ഫോക്കസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ കോൺവെക്സ് മിറർ ഉണ്ടാക്കുന്നത് ഒരു വെർച്വൽ ഇമേജ് ആണ്. അപ്പൊ ഇതൊരു വെർച്വൽ ഇമേജിന്റെ ഫോർമേഷൻ ആണ് ഉണ്ടാവുക. കാരണം ഇത് വെർച്വൽ ആണ്. നമുക്ക് ശരിക്കും ആക്ച്വലി റേ ഡൈവേർജ് ചെയ്ത് പോവാണ്. പക്ഷെ നമ്മൾ ആ റേ പോയ പാത്ത് ട്രേസ് ചെയ്യുമ്പോൾ അത് ഫോക്കസിൽ കൂടെ കടന്നു പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത്, a ray passing through the focus of a concave mirror after reflection will emerge parallel to the principal axis. നമ്മൾ മുമ്പ് പഠിച്ച റൂളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റൂളാണിത്. ഇപ്പോ ഒരു ഫോക്കസിന്റെ അകത്തു കൂടെ റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. അതുപോലെ തന്നെ സെയിം ഇതാണ്. ഇപ്പോ ഒരു റേ ഓഫ് ലൈറ്റ് ഒരു ഫോക്കസിന് ട്രേസിംഗ് ആയിട്ട് വന്നിട്ട് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ആ റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ട്രാവൽ ചെയ്യും. ഇതിൽ കാണാം ഇങ്ങനെ വന്നൊരു റേ ഇവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് പാരലൽ ആക്സിസിന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റേ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോക്കസിന്റെ അകത്തു കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അടുത്ത റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ റേ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവെഞ്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദ സെയിം പാത്ത്. ഇത് ഒരു സെന്റർ ഓഫ് കർവെഞ്ചർ ആണ്. ഇതിന്റെ അകത്തു കൂടെ നമ്മളൊരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അകത്തൂടെ കടന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് പോകുന്നതാണ്. ഒരു റീബൗണ്ട് എന്ന് പറയും ഇതിന്. അപ്പോൾ സെന്റർ ഓഫ് കർവെഞ്ചറിന്റെ അകത്തു കൂടെ കോൺകേവ് മിററിന്റെ കേസിൽ സെന്റർ ഓഫ് കർവെഞ്ചറിന്റെ അകത്തു കൂടെ ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അത് റീബൗണ്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെ കോൺവെക്സ് മിറർ ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് കർവെഞ്ചറിന്റെ എന്താണ് ആ പാത്തിൽ കൂടെ ആ റേ ട്രേസ് ചെയ്യണ പാത്തിൽ കൂടെ പോവാണ് റേ അവിടെ വന്ന് ഇടിച്ച് റീബൗണ്ട് ചെയ്യും. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് സെന്റർ ഓഫ് കർവെഞ്ചറിന്റെ അകത്ത് കൂടെ തന്നെ പോകുന്നുണ്ടാവും. അടുത്തത്, a ray incident obliquely to the principal axis towards the pole on the spherical mirrors is reflected back obliquely. ഇത് എന്താണ് കറക്റ്റ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്ന ഒരു റൂളാണ്. ഇതിൽ കണ്ടാൽ മതി നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഒബ്ലീക്ലി വന്നിട്ട് ഒബ്ലീക്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിൽ പ്രിൻസിപ്പൽ പോയിന്റിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്യണ റേ അതിന്റെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈക്വൽ ആയിരിക്കും. അത് നേരെ വന്ന് ഇടിച്ച് ഹിറ്റ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്യണത് ഈക്വൽ ആംഗിളിലാവും എന്നാണ് പറയുന്നത്. രണ്ടിന്റെയും കേസിൽ സിമിലർ ആണ്, കോൺവെക്സിന്റെയും കോൺകേവിന്റെയും. ഓക്കെ, ഇനി നമ്മൾ ആ റൂൾസ് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് പൊസിഷൻസിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത് കോൺകേവ് മിററിന്റെ കേസിൽ. ആ കോൺകേവ് മിററിന്റെ കേസിൽ പഠിക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു നോ ദ റൂൾസ്. ആ റൂൾസ് നമ്മൾ ഒന്നുകൂടി നോക്കിയിട്ട് പോവാം. എന്തൊക്കെയായിരുന്നു? ഒരു പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് ഒരു റേ വന്നു കഴിഞ്ഞാൽ അത് ഫോക്കസിന്റെ അകത്ത് കൂടെ പാസ് ചെയ്യും. ഫോക്കസ് അതിന്റെ അകത്തൂടെ ഒരു റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാരലൽ ആയിട്ട് പ്രിൻസിപ്പൽ ആക്സിന് പോവും. സെന്റർ ഓഫ് കർവെഞ്ചറിന്റെ അകത്ത് കൂടെ പോണ റേ റീബൗണ്ട് ചെയ്യും. പ്രിൻസിപ്പൽ പോയിന്റിൽ ഹിറ്റ് ചെയ്യണ റേ എന്താണ് ഒബ്ലീക്ലി പോകും. ഒബ്ലീക്ലി ഇൻസിഡന്റ് ആവണ റേ എന്താണ് ഈക്വലി റിഫ്ലക്ട് ചെയ്ത് പോകും. ഓക്കെ,
അപ്പൊ ഈ കുറച്ച് റൂൾസ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഈ 6 പൊസിഷൻസ് ഉണ്ട്. ഈ 6 പൊസിഷൻസ് നമ്മൾ പഠിക്കണം. നിങ്ങൾ എക്സാം വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും ഉണ്ടാവും. കാരണം അതൊരു നെസസിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 6 പൊസിഷൻ ആദ്യം ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. ഫസ്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. പിന്നെ ബിയോണ്ട് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, ബിറ്റ്വീൻ എഫ് ആൻഡ് പി. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് നോക്കാം ഈ ഒരു പൊസിഷൻ. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കാണാവുന്നത്ര ദൂരം എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് എന്തായാലും ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും. നമ്മൾ എത്ര ദൂരത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റുമോ അത്രയും ദൂരമാണ് നമ്മുടെ വ്യൂ പോയിന്റ്. അപ്പൊ ആ ഒരു വ്യൂ പോയിന്റിന് നമ്മൾ പറയുന്നതാണ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അകലെന്നുള്ള ഒബ്ജക്റ്റുകൾ കാണുന്നൊരു പ്രോപ്പർട്ടി, അതാണ് വ്യൂ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ അറ്റ് ഇൻഫിനിറ്റി ഒരു ഇമേജ് നിൽക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ദൂരെ ഒരു മരം കാണുക അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കാണാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യാം? ആക്ച്വലി അറ്റ് ദ ഫോക്കസ് ആണ് ഫോം ചെയ്യാം അതിന്റെ ഇമേജ്. ആ ഇമേജ് എങ്ങനെയാവും? റിയൽ ആവും, ഇൻവേർട്ടഡ് ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിന്റെ 2 കണ്ടീഷൻസ് ഒഴിച്ച് ബാക്കി എല്ലാ പൊസിഷൻസിലുള്ളത് ഇമേജ് റിയലും ഇൻവേർട്ടഡ് ആവും. പിന്നെ ഹൈലി ഡിമിനിഷ്ഡ് ആവും. ഹൈലി ഡിമിനിഷ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിരിക്കും. പിന്നെ വെച്ചാൽ പോയിന്റ് സൈസ്ഡ് ആണ്, എന്ന് വെച്ചാൽ ചെറുതായിരിക്കും. അപ്പോൾ അതാണ് ഇൻഫിനിറ്റിയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ വരുന്ന ഇമേജിന്റെ പൊസിഷൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ റേ 2 റേസ് കാണാം. ഈ 2 റേകൾ വന്നിട്ട് ഒരു റേ വന്ന് ഹിറ്റ് ചെയ്തിട്ട് അത് നേരെ ഒരു ആംഗിളിൽ കൂടെ പോകും. അടുത്ത റേ വന്ന് പ്രിൻസിപ്പൽ പോയിന്റിൽ ഹിറ്റ് ചെയ്തിട്ട് അതും ഒരു ഡയറക്ഷനിൽ പോകും. ഇത് രണ്ടും വന്നിട്ട് കൊളൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് ഫോക്കസ് എന്ന പോയിന്റ്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുക. ഇത് ഈ ഡയഗ്രാത്തിൽ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഡയഗ്രാം വേറെ രീതിയിലും വരയ്ക്കാം, പാരലൽ ആയിട്ടും വരയ്ക്കാം. അപ്പോൾ നമുക്ക് സെയിം ഫോർമേഷൻ തന്നെയാണ് വരിക. ഇപ്പോൾ അറ്റ് ഇൻഫിനിറ്റി നമ്മളൊരു ഒബ്ജക്റ്റ് നിർത്തിയിട്ട് നമ്മൾ അതിന് പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് റേ ഡയഗ്രാം വരച്ചാലും നമുക്ക് ഇതേ ഇമേജ് തന്നെ കിട്ടും. എന്നുവെച്ചാൽ ഇമേജ് ഫോർമേഷൻ ഫോക്കസ് തന്നെ കിട്ടും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് വേറെ ഒരു ഇമേജ് ആണ്. അതിന്റെ അകത്ത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ കറക്റ്റ് എ ബി എന്ന് പറഞ്ഞിട്ട് വരച്ചിട്ടുണ്ട്. നമ്മൾ അടിയിലത്തെ ഡയഗ്രാം അല്ലേ ഈ ബിയോണ്ട് സിയിൽ വരച്ചു വെച്ചിട്ടുള്ള എ ബി എന്നുള്ള പൊസിഷനിൽ വരച്ചിട്ടുള്ള പോലെ വരച്ചിട്ടുണ്ടാവും. അടുത്തത് ബിയോണ്ട് സി എന്നുള്ള പോയിന്റ് ആണ്. ബിയോണ്ട് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിന് തൊട്ട് മുന്നും ഇൻഫിനിറ്റിക്ക് ഇൻഫിനിറ്റി തൊട്ട് മുന്നിൽ സെന്റർ ഓഫ് കർവേച്ചറിന്റെ തൊട്ട് പുറകിൽ ആ ഒരു പൊസിഷനാണ് ഇനി നമ്മൾ നോക്കുന്നത്. അത് ബിയോണ്ട് സി എന്ന് പറയും. ബിയോണ്ട് സി എന്ന് പറയണ അത് ഒബ്ജക്റ്റ് ഇരിക്കണത് ജസ്റ്റ് സിക്ക് മുമ്പായിരിക്കും, സിയുടെ പുറകിലായിരിക്കും. ഇൻ കേസ് ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള എ ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ കൂടെയാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. ഇതിന്റെ അകത്തുള്ള പ്രത്യേകിച്ച് ഇതിന്റെ അകത്ത് റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു പാരലായിട്ട് നമ്മളൊരു റേ വരച്ചിട്ട് അത് എന്താ റിഫ്ലക്ട് ചെയ്തിട്ട് ഫോക്കസിന്റെ അകത്തൂടെ പോകും. രണ്ടാമത്തെ റേ എന്താണ് സെന്റർ ഓഫ് കർവഞ്ചറിലൂടെ പോകും. അപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്ത് വിചാരിക്കും, എങ്ങനെയാണ് ഈ റേ നമുക്ക് കറക്റ്റ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുക? ഒരു പടം തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഈ റേ ഇങ്ങനെയാണ് വരയ്ക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മളിപ്പോ പഠിക്കാൻ പോണ ഈ 6 പൊസിഷൻസിൽ നിന്ന് കൂടുതൽ ഒരു പൊസിഷൻ ഉണ്ടാവില്ല. എങ്ങനെ പോയാലും ഈ 6 പൊസിഷനിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ ഈ റേ ഡയഗ്രാം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക. ഒരു ഇമേജ് ഇപ്പൊ ഇവിടുത്തെ സ്ഥലത്ത് ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റേ പോകാന്നുള്ളത് പഠിച്ചു വെക്കുക. അതാണ് ഒരു ഈസി മെത്തേഡ് ഉള്ളത്. അങ്ങനെയുള്ള മെത്തേഡ് ഉള്ളൂ. നമ്മൾ ഈ റേ ഡയഗ്രാം നമ്മൾ എന്താ പറയാ മനസ്സിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു റേ സെന്റർ ഓഫ് കർവഞ്ചറി കൂടിയും ഒരു റേ റിഫ്ലക്ട് ചെയ്തിട്ട് ഫോക്കസ് കൂടിയും പോകുമ്പോൾ അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ എഫിന്റെയും സിന്റെയും നടുക്കാണ്. അത് ഇമേജ് ഫോർമേഷൻ എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. ഇമേജ് ഓഫ് ഒബ്ജക്റ്റിന്റെ പൊസിഷന് എ ബി എന്നും ഇമേജിന്റെ പൊസിഷന് എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നോട്ട് ചെയ്യുക. അപ്പൊ ഈ കേസിലും ഇമേജിന്റെ ക്യാരക്ടർ എങ്ങനെയാവും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആവും.
ഡിമിനിഷ്ഡ് ആയിരിക്കും. Formation of different types of images by concave mirrors. ഇത് വീണ്ടും അടുത്ത പൊസിഷനിലേക്ക് നമ്മൾ കടക്കുന്നത് എറ്റ് സി. നമ്മൾ എന്ത് പറഞ്ഞു, ഇൻഫിനിറ്റി പഠിച്ചു, ബിയോണ്ട് സി പഠിച്ചു, ഇനി എറ്റ് സി ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ സെന്റർ ഓഫ് കർവഞ്ചറിൽ നമ്മൾ ഒരു ഇമേജ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് അവിടെ ഫോം ചെയ്യുന്നതാണ് ഇതിന്റെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ സെന്റർ ഓഫ് കർവഞ്ചറിൽ ഒരു ഇമേജ് ഒബ്ജക്റ്റ് പറയണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ വായിക്കുകയാണ് ദ ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ മിറർ, അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവഞ്ചർ ഓഫ് ദ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അതിന്റെ ഇമേജ് എവിടെയാവും? സെന്റർ ഓഫ് കർവഞ്ചറിൽ തന്നെയാവും, ഇൻവേർട്ടഡ് ആയിട്ട് ഉണ്ടാവും അതിന്റെ ഇമേജ്. ഇതിൻ്റെ അകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോ സെന്റർ ഓഫ് കർവഞ്ചറിൽ എ ബി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ദെൻ യു ക്യാൻ ട്രേസ് ദ റേ അലോങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, then will get reflected and pass through the focus. ഒരു റേന്റെ കേസ് അങ്ങനെയാണ്. രണ്ടാമത്തെ റേ will pass directly through the focus and get reflected parallel to the principal axis. ഇപ്പൊ ഇതിന്റെ അത് അപ്ലൈ ചെയ്തിട്ടുള്ള 2 റൂൾസ് ഉണ്ട്. നമ്മൾ കോൺകേവ് മിററിന്റെ ഇമേജ് വരയ്ക്കുമ്പോൾ പഠിച്ച 2 റൂൾസ് ആണിത്. അപ്പൊ ഈ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം എപ്പോഴും. അപ്പോൾ ഇത് പാരലൽ ആയിട്ട് പോയിട്ട് ഫോക്കസിൽ കൂടെ പോകും, ഫോക്കസിൽ കൂടെ പോയിട്ട് പാരലൽ ആയിട്ട് പോകും. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അറ്റ് സി ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇമേജ് ഫോർമേഷൻ കാണാം, എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞിട്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, നമുക്കെന്നാ കണ്ടിന്യൂ ചെയ്യാം. ബിറ്റ്വീൻ എഫ് ആൻഡ് സി. ഓക്കെ, ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണ് അടുത്ത പൊസിഷൻ. അപ്പൊ നമുക്ക് കാണാം ഓരോ ഇൻഫിനിറ്റി നമ്മൾ മിററിന്റെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ബിറ്റ്വീൻ എഫ് ആൻഡ് സി ദ ഇമേജ് ഫോംഡ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആവുമ്പോൾ ഇമേജ് ഒബ്ജക്റ്റ് നമ്മൾ എഫ് ആൻഡ് സിയുടെ നടുക്ക് വെക്കും. അതിന്റെ ഇമേജ് ഫോം ചെയ്യണത് എവിടെയാണ്? ബിയോണ്ട് സി ആണ്. സിയുടെ മുമ്പിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുക. ഇതിൻ്റെ അടുത്ത് കാണാൻ പറ്റും. നമ്മൾ എ ബി എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് നമ്മൾ സിന്റെ എഫിന്റെയും സെന്റർ ഓഫ് കർവഞ്ചറിന്റെയും ഫോക്കസിന് നടുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു റേ നേരെ റിഫ്ലക്ട് ചെയ്ത് റീബൗണ്ട് ചെയ്തിട്ട് സെന്റർ ഓഫ് കർവഞ്ചർ കൂടെ പാസ് ചെയ്യും. ഒരു റേ പാരലായിട്ട് പോയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ഫോക്കസിൽ കൂടെ പോയിട്ട് പാസ് ചെയ്യും. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യണ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയുടെ ഇപ്പുറത്ത് വന്നിട്ട് മീറ്റ് ചെയ്യും. ഓക്കെ, ഇത് കുറെ കുട്ടികൾ ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ തെറ്റ് വരുത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റേ ഡയഗ്രത്തിന്റെ റൂൾസ് അവർ എപ്പോഴും തെറ്റിക്കണം. കാരണം അവർ ഈ റീബൗണ്ട് ചെയ്യണ റേയും ഫോക്കസിൽ കൂടെ പോണ റേയും കൂടി പാരലായിട്ട് വരച്ചു വെക്കും, എന്നിട്ട് അറ്റ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കും അവർ. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ ടെൻഡൻസി കുറെ പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഈ കറക്റ്റ് ബിയോണ്ട് സിയിലാണ് ഇത് വന്ന് മീറ്റ് ചെയ്യണം. അപ്പൊ അവിടെയാണ് ഇമേജ് വരിക. അത് എ ഡാഷ് ബി ഡാഷ് ആണ്. നമുക്കൊരു നല്ല മാഗ്നിഫൈഡ് ഇമേജ് കിട്ടാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇൻഫിനിറ്റിന്ന് മിററിന്റെ പോളിന്റെ അടക്കി വരും തോറും ഇമേജ് മാഗ്നിഫൈഡ് ആയി വരിക ചെയ്യാം. സിമ്പിൾ കോമൺ സെൻസ് അല്ലേ? നമ്മൾ ഇപ്പൊ ഒരു മിറർ വെച്ചിട്ട് ദൂരെയുള്ള ഇമേജ് എപ്പോഴും ചെറുതായിരിക്കും, അടുത്തുള്ള ഇമേജ് എന്തായിരിക്കും? മാഗ്നിഫൈഡ് ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. അടുത്ത് അറ്റ് ഇൻഫിനിറ്റി ആയിരുന്നപ്പോ ഇമേജ് ഫോം ചെയ്യുക ഫോക്കസിലാണെങ്കിൽ, നമ്മൾ ഫോക്കസിൽ ഒരു ഇമേജ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് ഫോം ചെയ്യുക ഇൻഫിനിറ്റിയിലാവും, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം, ഒരു ശ്രദ്ധിച്ച് നോക്ക്, നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളതും ഇവിടെ റേ ഡയഗ്രാം വരച്ചിട്ടുള്ളതും ഇവിടെ റേ ഡയഗ്രാം വരച്ചിട്ടുള്ളതും സെയിം ആണ്. പക്ഷെ വ്യത്യാസമുണ്ട്. എന്താണ്? ഇത് ഒരൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇത് പാരലൽ ആയിട്ടാണ് പോകുന്നത്. ഈ രണ്ട് ഡയഗ്രാം നല്ലോണം സൂക്ഷിക്കണം വരയ്ക്കുമ്പോൾ. അപ്പോ ഇമേജ് ഫോംഡ് എന്തായിരിക്കും? റിയൽ ആയിരിക്കും, ഇൻവെർട്ടഡ് ആയിരിക്കും. അറ്റ് ഇൻഫിനിറ്റി ആവും ഇമേജ് ഫോം ചെയ്യുക, ഹൈലി മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ, ഇത് അടുത്ത കണ്ടീഷനാണ്. അടുത്ത പൊസിഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി എന്ന് പറയുന്ന ആ പൊസിഷനാണ് ഏറ്റവും എന്താ പറയാ, ഈ 5 കണ്ടീഷനായിട്ടും ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ഇത്. കാരണം ഇതിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് കിട്ടാം നമുക്ക്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ്. ഇമേജ് എവിടെ ഫോം ചെയ്യുക? ബിഹൈൻഡ് ദ മിറർ ആണ്. അതുകൊണ്ടാണ് വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞത്. നോക്കതിനകത്ത് ഇപ്പൊ നമ്മൾ ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ് പ്ലേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു റേ പാസ് ചെയ്തിട്ട് റീബൗണ്ട് ചെയ്യും, അന്നേരം സി കൂടെ പാസ് ചെയ്യും. ഇതുപോലെ തന്നെ ഒരു റേ ഹിറ്റ് ചെയ്തിട്ട് എഫ് കൂടെ പാസ് ചെയ്യും.
ഈ 3 ഇമേജിന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ റേയും എഫ് കൂടി സി കൂടിയും പാസ് ചെയ്യണം. പക്ഷെ 3 സ്വഭാവം വ്യത്യാസമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ 3 ഡയഗ്രാം കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. നമ്മൾ 3 നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോകണം. ഇതിങ്ങനെ നമ്മൾ ഇതും എന്താ പറയാ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും റേ. പക്ഷെ നമ്മളിത് ബാക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇമേജ് വന്ന് മീറ്റ് ചെയ്യണത് എവിടെയാ? മിററിന്റെ പുറകിലാണ് A', B' എന്നുള്ള പൊസിഷനിലാവും ഇതിന്റെ ഇമേജ് കിട്ടുക. വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ 6 കണ്ടീഷൻസ് മിററിന്റെ ഒബ്ജക്ട് പൊസിഷൻസ് നമ്മൾ പഠിച്ചു. 6 ഫോർമേഷൻ ടൈപ്പാണ് പഠിച്ചത്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റുകൾ എന്ന് പറയാൻ പറ്റിയൊരു ടോപ്പിക് ആണിത്. ഇത് എങ്ങനെ വന്നാലും ഇത് എക്സാം. അടുത്തത് വെച്ച് കഴിഞ്ഞാൽ യൂസസ് ഓഫ് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറേഴ്സ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കോൺകേവ് മിറേഴ്സ് ഷേവിംഗ് മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. ടോർച്ചസ്, സെർച്ച് ലൈറ്റ്സ് ആൻഡ് വെഹിക്കിൾ ഹെഡ്ലൈറ്റ്സ് ആയിട്ട് ഉപയോഗിക്കും. Used by dentists to get large images of patients' teeth in solar furnaces to concentrate heat. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൺകേവ് മിറർ നമ്മൾ പഠിച്ച ഷേവിംഗ് മിറർ എന്ന് പറയുമ്പോൾ കോൺകേവ് മിറർ ആണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺകേവ് മിറർ ഷേവിംഗ് മിറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലെയിൻ മിറർ പോലെയാണ് കാണാനായിട്ട്. പക്ഷെ എന്താണ് ഇതിന്റെ വ്യത്യാസം? ഇന്റീരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മിററിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കേർവ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു കോൺകേവ് മിറർ ആയിട്ട് പറയുന്നത്. അതുപോലെ ടോർച്ചുകളിൽ ഉപയോഗിക്കണം മിററുകളുണ്ട്. നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച്, പഴയ ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അവരുടെ ടോർച്ചാണ് ഏറ്റവും എന്താ പറയാ ഫോക്കസിലും ലെങ്ത്തിനും പോണത്. അറ്റ് ഇൻഫിനിറ്റി തന്നെ നമുക്ക് അതിന്റെ ഇമേജ് ഫോർമേഷൻ കിട്ടും. അപ്പൊ അത്രയും പവർഫുൾ ആയൊരു ടോർച്ച് ആയിരുന്നു. അപ്പൊ അതിന്റെ ലൈറ്റ് റേ കോൺസെൻട്രേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ആയിരുന്നു. നമ്മൾ ഈ അതിന്റെ ലൈറ്റ് ബൾബ്, ചെറിയൊരു ലൈറ്റ് ബൾബ് ഉണ്ടാവും. ആ ലൈറ്റ് ബൾബിൽ കൂടെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി സ്കാറ്റേർഡ് ആയിട്ട് വരും. അപ്പൊ ഇതെല്ലാം ഈ സ്കാറ്റേർഡ് ലൈറ്റ് വന്നിട്ട് ഫോക്കസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ലെൻസിൽ കൂടെ പാസ് ചെയ്യും. ആ ലെൻസ് അങ്ങനെയായിരുന്നു അതിന്റെ ഫോർമേഷൻ. ഒരു ലെൻസ് ഉണ്ടാവും ഫ്രണ്ടിൽ, ഈ മിറർ ഉണ്ടാവും ചുറ്റും ഈ ബൾബിന്റെ. അപ്പൊ സ്കാറ്റേർഡ് ലൈറ്റ് ആകുമ്പോൾ ആദ്യം ഈ ലൈറ്റ് റേസ് ഒക്കെ ഫോക്കസ് ചെയ്യും. എന്നിട്ട് എന്ത് പറ്റും? എന്നിട്ട് ഈ ലെൻസിൽ കൂടെ പാസ് ചെയ്യും. അപ്പൊ ലെൻസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫോക്കൽ ലെങ്ത്തിൽ അതിന്റെ ലൈറ്റ് കിട്ടും. യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ബ്രൈറ്റ് ലൈറ്റിന്റെ ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഒരു നമുക്കങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദൂരെയുള്ള ഇമേജ് വരെ കാണാൻ പറ്റും, ദൂരെയുള്ള ആൾക്കാരെ കാണാൻ പറ്റും. പിന്നെ സെർച്ച് ലൈറ്റ്സിൽ ഉപയോഗിക്കും, വെഹിക്കിൾ ഹെഡ്ലൈറ്റ്സിൽ ഉപയോഗിക്കും. വെഹിക്കിൾ ഹെഡ്ലൈറ്റ്സിലും സെയിം ടോർച്ചിന്റെ അകത്ത് ഉപയോഗിക്കുന്ന അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. സ്കാറ്റേർഡ് ലൈറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ആ എന്താ പറയുക ഗ്ലാസ്സിലൂടെ പാസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കിട്ടാൻ വേണ്ടിയിട്ട്. വില കൂടിയ വണ്ടികൾക്ക് നല്ല വെഹിക്കിൾ ഹെഡ്ലാമ്പ്സ് ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഹൈ ക്വാളിറ്റി മിറേഴ്സ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ലൈറ്റും ഹൈ ക്വാളിറ്റി ലൈറ്റും ഉപയോഗിക്കാം. ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു വട്ടത്തിലുള്ള ഒരു മിറർ ഉണ്ട്. നമ്മുടെ പല്ലൊക്കെ പറിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവരിങ്ങനെ അകത്തിട്ട് നോക്കിയിട്ട് പല്ലെടുത്ത് കളയുക ചെയ്യാം. അപ്പോൾ ഈ മിറർ കോൺകേവ് മിറർ ആണ്. പല്ല് പറിച്ചെടുത്ത് നമ്മൾ കളയാൻ യൂസ് ചെയ്യണ ആ മിറർ. ഇൻ സോളാർ ഫെർണസസ് ടു കോൺസെൻട്രേറ്റ് ഹീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സോളാർ ഫെർണസസിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് കോൺകേവ് മിറേഴ്സിന്റെ യൂസസ് ഒന്ന് മനസ്സിലാവും ഡെപ്തിൽ. കാരണം വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇതൊരു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എൻ്റെ ഒരു എന്താ പറയാ ഐഡിയോളജി. അപ്പൊ ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ വ്യൂ കിട്ടും. In the last 4 or 5 videos, we have been looking at the properties of images formed by convex and concave mirrors. Now, the obvious question echoing in everyone's mind must be that in reality, where do we take advantage of these properties? Where do we use convex and concave mirrors? Let's study the uses of a concave mirror first. Have you seen solar heaters? Solar heaters are the devices that use the energy from the sun to heat something. It is the most common device which uses a concave mirror for its function. We already know that the rays of light coming from the object kept at infinity converge after reflecting from the surface of a concave mirror. Here, the sun is very far away and hence the rays of light coming from it are parallel near the Earth's surface. These parallel rays after reflection converge at a point called focus.
This focus is a very hot location in space as all the reflected sun rays are concentrated at this point. If we bring a piece of paper at this point, it will quickly catch fire. Now we can use this property of concave mirrors to cook food or heat up liquids. All we need to do is place the container on this stand which is present at or near the focus. It will heat up after some time. You can even make a roti or a papad on this. Where else in the world do we use these types of mirrors? We can use concave mirrors to view the objects which are very far away from us. Yes, I am talking about the astronomical telescopes. How is a concave mirror used in a telescope? When the parallel rays of light from the distant star enter the telescope, they fall on the concave mirror which is placed on the opposite side. This concave mirror then converges all the light at a focal point. So the image of the star is formed at this point in space. The secondary mirror is then placed near this focal point. It's kept like this so that it can reflect the light upwards towards the eyepiece. And the eyepiece has a lens which then magnifies this image. This way we are able to see an enlarged image of a faraway object. This particular type of telescope is also called the Newtonian telescope, as it was Isaac Newton who first came up with this concept. Which is the lens used here near the eyepiece? The lens used here is a convex lens or converging lens. Well, we haven't really studied about lenses yet. Don't worry, we will come to that very soon. First, let's continue to study the applications of curved mirrors. If you remember, in the previous videos, we talked about this mirror which can be found in bathrooms. Many men use it for shaving purposes and quite a few women use it for beautification. Yes, this is also a concave mirror. And it must be very obvious now as to why we use it here. Due to the enlarged image, it gives a better view of our face. One more place where concave mirrors are used is the headlights of automobiles. And why do we use headlights? Headlights help us to see things in front of us in dark or in dim light. And using the headlights, we would want to see the things which may be at a sufficiently large distance ahead of us. So how do we achieve that? Let me quickly review something about concave mirrors. We know that when the object is kept at the focal point, the light rays from the object after reflection travel parallel to each other for a long distance. So if we keep a light source, say a bulb, at or near the focal point of a concave mirror, then almost all the rays from the bulb after reflection will travel in one direction. If the same concept is used in the headlight of a car, it will give us the distant view of the road ahead. This solves our purpose of viewing cars or things which are at quite a distance away from us. However, in reality, we don't really want all the rays to be traveling parallel after reflection. That is, we also want some of the rays to travel a bit sideways. We not only want to see the road ahead, but also the things along the sides. This will help us see the vehicles coming from the other side of the road in opposite direction. So for that purpose, we use what we call as deflectors. They deflect some of the light rays by smaller degrees. Now that we're talking about a car, let's discuss its view mirror. What is the use of the side view mirror of a car? Is this also a concave mirror? Watch our next video to know more. ഓക്കെ, നമുക്ക് ആ വീഡിയോസ് കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ഇച്ചിരി ക്ലിയർ ആയിട്ടുണ്ടാവും. അതിനകത്ത് കറക്റ്റ് അവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു കോൺകേവ് മിറർ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഒരു ഹെഡ്ലൈറ്റ്സിലായാലും റെയർ വ്യൂ മിറർ ആയിട്ടും പിന്നെ ടെലസ്കോപ്പിൻ്റെ അകത്തൊക്കെ. നമുക്ക് അടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഐ ഹോപ്പ് ദർ ഇസ് നോ ഡൗട്ട്സ്. ഇതുവരെ ഒരു ഡൗട്ടും നിങ്ങൾക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ക്ലിയർ ആക്കാൻ? ഓക്കെ, then we can continue. ഇപ്പൊ നമ്മൾ കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ പഠിച്ചു. ഈ കോൺവെക്സ് മിററിന്റെ ആണ് പഠിക്കുന്നത്. കോൺവെക്സ് മിററിന് 6 ഇമേജ് ഫോർമേഷൻ ഇല്ല, ജസ്റ്റ് 2 ഇമേജ് ഫോർമേഷൻ ഉള്ളൂ. അത് അറ്റ് ഇൻഫിനിറ്റിയും ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പി ആണ്. അപ്പോൾ
ഒരു കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഇമേജ് എന്ന് വെച്ചാൽ വെർച്വലും ഇറക്റ്റ് ആയിരിക്കും. ഇറ്റ് ഓൾവേസ് ഫോംസ് എൻ ഇമേജ് ഓഫ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് പെർസ്പെക്റ്റീവ്. ഇമേജ് ഫോർമേഷൻ എപ്പോഴും ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും, ഹൈലി ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യണത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം അറ്റ് ഇൻഫിനിറ്റി എന്ന് റേ വന്നിട്ട് ഒരു റേ എന്താണ് രണ്ട് റേയും ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യണത്. പക്ഷെ ഒരു റേ പ്രിൻസിപ്പൽ പോയിന്റ് വന്ന് മീറ്റ് ചെയ്യണത്, ഒരു റേ അലോങ് ദ പാത്ത് ഓഫ് ദ റേ തന്നെയാണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. ഇത് ഈ ഇമേജ് ഒരു വേ ഓഫ് ഡ്രോയിങ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ ടെക്സ്റ്റിൽ ഇതുപോലെ വേറെ ഫോർമേഷൻ കൊടുത്തിട്ടുള്ളത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പാരലൽ ആയിട്ടാണ് റേ വരെ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതേ നമ്മൾ ഈ ഇമേജ് ബാക്ടറൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് നമ്മൾ ബാക്ടറൈസ് ചെയ്യുമ്പോൾ ഇമേജ് ഫോർമേഷൻ കിട്ടുന്നത് A', B' എന്നുള്ള പൊസിഷനിലാണ്, അതിൽ ബിഹൈൻഡ് ദ മിറർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് എന്താ രണ്ട് കണ്ടീഷനുള്ള കോൺവെക്സ് മിററിന്റെ. അപ്പോൾ ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ജസ്റ്റ് രണ്ട് കാര്യങ്ങളുള്ളൂ. എന്താണ് അത് വെർച്വൽ ഇറക്റ്റ് ഇമേജ് ആണ് എപ്പോഴും ഫോം ചെയ്യുക, ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും, എപ്പോഴും ഇമേജ് ഫോർമേഷൻ ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേ, അറ്റ് ഇൻഫിനിറ്റി ആൻഡ് പി, ഇൻഫിനിറ്റിയിലും പിന്റെയും നടുക്ക് ഉള്ള ഒരു ഇമേജ്. അപ്പോൾ നമ്മൾ കോൺകേവ് മിററിന്റെ കേസിൽ പറയുകയാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഈ ഒറ്റ കണ്ടീഷനിലേക്ക് കൊണ്ടു നോക്കുകയാണ് സയന്റിസ്റ്റുകൾ. അപ്പോൾ പി തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള പോയിന്റിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ അതിന്റെ ഇമേജ് ഫോർമേഷൻ എവിടെയായിരിക്കും? ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. അത് എവിടെയായിരിക്കും അത് ഫോം ചെയ്യാം? ബിറ്റ്വീൻ പി ആൻഡ് എഫ്, ബിഹൈൻഡ് ദ മിറർ ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആയിരിക്കും ഇമേജ് ഫോർമേഷൻ. A', B' എന്നത് നമുക്ക് ഈ ഇമേജ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ 6 കണ്ടീഷനും ഈ രണ്ട് കണ്ടീഷനും നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ടതാണ്. എന്നുവെച്ചാൽ ഏത് പാതിരാത്രിയിലും നമ്മൾ വിളിച്ച് നിങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. അതുപോലെ ഇത് പഠിച്ചു വെക്കണം, എന്നാലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുള്ളൂ. സ്പെഷ്യലി CBSE എക്സാം ഒക്കെ ആകുമ്പോൾ, ബോർഡ് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴേ എല്ലാ പേപ്പറിലും ഉണ്ടാവും ഈ ഒരു കോൺവെക്സ് മിററിന്റെയും അല്ലെങ്കിൽ കോൺകേവ് മിററിന്റെ ഒരു ഇമേജ് ഫോർമേഷൻ. അത് എന്തായാലും ഉണ്ടാവും. അത് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇമ്പോസിബിൾ ആണ്, കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഇമേജ് ഫോർമേഷൻ എന്നുള്ളത് മിറേഴ്സിന്റെ കേസിൽ. ഓക്കെ, നമുക്ക് അടുത്ത് യൂസസ് ഓഫ് കോൺവെക്സ് മിറേഴ്സ് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, വെഹിക്കിൾസ് ആസ് റെയർ വ്യൂ മിറേഴ്സ് ടു സീ ട്രാഫിക് അറ്റ് ദ റെയർ സൈഡ്. വെഹിക്കിൾസിന്റെ അകത്ത് റെയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കും. യൂസേഴ്സ് ഡിവൈസ് ടു ചെക്ക് ദ തെഫ്റ്റ്സ് ഇൻ ഷോപ്സ്. ഇത് കണ്ടില്ലേ, ഈ ഡയഗ്രത്തിന്റെ അകത്ത് കാണുന്ന ഇമേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ടൈപ്പ് മിററുകൾ നമ്മുടെ പാർക്കിംഗ് ലോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഭയങ്കര കർവി ആയിട്ടുള്ള റോഡുകൾക്ക് സൈഡിൽ വെച്ചിട്ടുണ്ടാവും ഇത് ഇങ്ങനത്തെ ഒരു ഇമേജ്. ഇപ്പൊ ഒരു സൈഡിൽ നിന്ന് വണ്ടികൾ വരാൻ പറ്റാത്ത രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു മിറർ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു കോൺവെക്സ് മിററാണ്, പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു മിറർ. അതിന്റെ വൈഡ് ആംഗിൾ ആവും, അതിന്റെ വ്യൂ ഭയങ്കര വൈഡ് ആയിരിക്കും. നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കുക വെച്ചാൽ ഈ കോൺവെക്സ് മിറേഴ്സിന് ഫോം ചെയ്യുന്ന ഇമേജ് എപ്പോഴും ഭയങ്കര വൈഡ് ആംഗിളുള്ള ഇമേജസ് ആവും. കുറെ ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കോൺവെക്സ് മിറേഴ്സ് ഇങ്ങനത്തെ യൂസുകളിലൊക്കെ ഈ യൂസിന് വെക്കുന്നത്. നമുക്ക് കോൺവെക്സ് മിററിന്റെ യൂസസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ ഹിന്ദിയിലാണ്. അപ്പോൾ എനിക്കറിയാം കുറച്ച് പേർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഈ വീഡിയോ ആണ് ഏറ്റവും നല്ല വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം മലയാളത്തിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി അറിയണ എല്ലാവർക്കും ഹിന്ദി അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഞാനത് എന്തായാലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം ഇത് കഴിഞ്ഞിട്ട്. पिछले वीडियो में हमने आपको एक क्वेश्चन पूछा था गाड़ी के साइड व्यू मिरर्स के बारे में। क्या वो कॉनकेव मिरर है या फिर एक कॉन्वेक्स मिरर है? ठीक है, चलिए गाड़ी के साइड व्यू मिरर को देखते हैं। ये जान ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വണ്ടികളുടെ സൈഡ് വ്യൂ മിറർ കോൺവെക്സ് മിറർ ആണോ അതോ കോൺകേവ് മിറർ ആണോ എന്നാണ് ഇതിൽ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. पिछले वीडियो में हमने आपको एक क्वेश्चन पूछा था गाड़ी के साइड व्यू मिरर्स के बारे में। क्या वो कॉनकेव मिरर है या फिर एक कॉन्वेक्स मिरर है? ठीक है, चलिए गाड़ी के साइड व्यू मिरर को देखते हैं। ये जानने के लिए कि वो कॉनकेव मिरर है या कॉन्वेक्स मिरर है, हमें खुद से एक आसान क्वेश्चन पूछना है कि इस मिरर का यूज क्या है। ये मिरर हमें उन गाड़ियों को देखने में मदद करता है जो हमारे पीछे होती हैं। तो अगर ये एक कॉनकेव मिरर है और हमारे पीछे जो गाड़ी वो काफी करीब है, तो जो इमेज बनती है वो एनलार्ज यानी कि बड़ी होगी।
काफी करीब से हमारा मतलब है कि वो कर्वेचर के सेंटर और मिरर के पोल के बीच में है और उसका साइज बढ़ता जाएगा जैसे जैसे गाड़ी पास आती जाएगी। ये एक रियल इमेज भी है। हमें इतनी बड़ी इमेज नहीं चाहिए, है ना? इसके बड़े साइज के कारण हम पीछे वाली गाड़ी की पोजीशन या लोकेशन का अनुमान नहीं लगा सकते हैं और ये मिरर पर सारी जगह ले लेती है और इसके कारण हम दूसरी गाड़ियां या ऑब्जेक्ट्स नहीं देख सकते हैं। इसलिए हम कॉनकेव मिरर को അപ്പോൾ ഇതിനകത്ത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺവെക്സ് മിറർ നമ്മൾ റെയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര മാഗ്നിഫൈഡ് ഇമേജ് നമുക്ക് കിട്ടും. അപ്പോൾ വണ്ടി എന്താ പറയുക തൊട്ട് പുറകിൽ നിൽക്കുകയാണെങ്കിൽ ആ വണ്ടി മൊത്തം ആയിട്ട് കാണുക ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ പറയാ നമുക്ക് യൂസ്ഫുൾ ആവില്ല അത്. നമുക്ക് ബാക്കി സൈഡിൽ കൂടെ പോകുന്ന വണ്ടികളെയോ അല്ലെങ്കിൽ ആ വണ്ടീന്റെ മാതിരിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ഇമേജ് ഫോർമേഷന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ പോളിന്റെയും ഫോക്കസിന്റെയും നടുക്കായിരിക്കും നമ്മുടെ ഒബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിലുള്ള വണ്ടി. അപ്പൊ എന്താ പറയും ഭയങ്കര മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജും കിട്ടാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു കോൺവെക്സ് മിറർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. കാരണം കോൺവെക്സ് മിറർ ആകുമ്പോൾ വെർച്വൽ ഇമേജ് ആവും കിട്ടാം. ഇമേജ് ചെറുതായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പൊ ദൂരെയുള്ള അപ്പൊ നമ്മൾ എഴുതി കണ്ട മിററിലൊക്കെ എഴുതി കാണാം ഒബ്ജക്ട്സ് ആർ ക്ലോസ് ദാൻ യു തിങ്ക് എഴുതിയിട്ടുണ്ടാവില്ലേ, ക്ലോസ് ദാൻ യു സീ. അപ്പൊ അതെന്താ, അതൊരു വെർച്വൽ ഇമേജ് ആയിക്കൊണ്ടാ. അത് ഇപ്പൊ തൊട്ടടുത്താണ് വണ്ടിയെങ്കിൽ നമുക്ക് ആ വണ്ടിയുടെ ഫുൾ ഇമേജ് കാണാൻ പറ്റും. അതാണ് ഒരു കോൺവെക്സ് മിറർ വണ്ടികളുടെ റെയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം. पिछले वीडियो में हमने आपको एक क्वेश्चन पूछा था, इसलिए एक कॉन्वेक्स मिरर गाड़ियों में साइड व्यू मिरर के रूप में यूज किया जाता है। ये और कहां यूज किए जाते हैं? इस एग्जाम्पल से ये क्लियर है कि कॉन्वेक्स मिरर्स वहां यूज किए जाते हैं जहां हमें आसपास का ज्यादा व्यू देखना होता है। ये दुकानों में भी यूज किया जाता है, खास करके दुकानें या सुपरमार्केट्स जो बहुत बड़ी होती हैं और उनमें बहुत सारी चीजें होती हैं। ये वहां क्यों यूज होते हैं? ये वहां सुरक्षा कारणों के लिए यूज किया जाता है, क्योंकि ये ज्यादा बड़ा व्यू देते हैं। दुकान के बड़े हिस्से में क्या हो रहा है ये आसानी से दिखा जा सकता है। दूसरी जगह जहां ये यूज किए जाते हैं वो है एटीएम्स, फिर से सुरक्षा कारणों के लिए। ये हमें पीछे होने वाली घटनाओं पर नजर रखने में मदद करता है ताकि कोई भी चुपके से न जाए। तो ये कुछ यूजेस थे कॉनकेव और कॉन्वेक्स मिरर्स के। अगले वीडियो में हम एक इक्वेशन ഓക്കെ, നമ്മളപ്പോ കോൺവെക്സിന്റെയും കോൺകേവിന്റെയും കുറച്ച് യൂസസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് അപ്പൊ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് ATM മെഷീൻസിന്റെ അത് നമ്മൾ വെക്കും. ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഈ ATM പൈസ എടുക്കാൻ പോകുമ്പോൾ മുകളിലൊരു കൊച്ചു മിറർ ഉണ്ടാവും, ഒരു കോൺവെക്സ് മിറർ ആയിരിക്കും അതിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അത് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ബാക്കിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ നോക്കുക ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈഡ് വ്യൂ മിറർ ഉപയോഗിക്കുന്നത്. കോൺവെക്സ് മിറർ എപ്പോഴും ഒരു വൈഡ് വ്യൂ മിറർ. ഈ എക്സാമിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ ഒരു കോൺവെക്സ് മിറർ ആണ് യൂസ് ചെയ്യണത്, അപ്പൊ എന്ത് പെർട്ടിക്കുലർ റീസൺ കൊണ്ടാണ് നമ്മൾ ഒരു കോൺവെക്സ് മിറർ യൂസ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ അല്ലാത്തതിന് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈഡ് വ്യൂ കിട്ടുന്ന ഒരു മിറർ ആയതുകൊണ്ടാണ്. കോൺകേവ് പോലല്ല. കോൺകേവിന് എന്ത് പറ്റും, മാഗ്നിഫൈഡ് ഇമേജ് ആണ് കിട്ടുക. ഇതിന്റെ അകത്ത് വെരി ഡിമിനിഷ്ഡ് ഇമേജ് ആവും നമുക്ക് കിട്ടുക. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ മാത്സിന്റെ അകത്ത് ഇപ്പൊ നിങ്ങൾ ട്രിഗണോമെട്രി അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് അതിൻ്റെ അകത്തൊരു സൈൻ കൺവെൻഷൻസ് കിട്ടും. അപ്പോൾ സൈൻ, കോസ്, ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഓരോ 4 ക്വാഡ്രൻസ് ഉണ്ടാവും. 4 ക്വാഡ്രൻസിൽ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആവും സൈനിന്റെ. അപ്പൊ അതുപോലെ തന്നെ അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മിറർ എടുക്കുകയാണെങ്കിൽ മിറർ എടുക്കുമ്പോൾ മിററിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അബോവ് ബിലോ ഈ 4 കണ്ടീഷൻസ് നമ്മൾ നോക്കാം. ഇപ്പൊ ഒരു ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് ടു ദ മിറർ ആൻഡ് ദ ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്താണ് ദ പോൾ ഇസ് ടേക്കൺ ആസ് ഒറിജിൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ ഡിസ്റ്റൻസ് ടു ദ റൈറ്റ് ഓഫ് ദ ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്കുള്ളത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും, ഒറിജിനിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും. പിന്നെ എബോവ് ഒറിജിന് മേളിലുള്ളത് പോസിറ്റീവ് ആയിട്ടും ഒറിജിന് താഴെയുള്ളത് ആ പ്രിൻസിപ്പൽ ആക്സിസിന്റെ മേളിലുള്ളത് പോസിറ്റീവ് ആയിട്ട് എടുക്കും, ബിലോ ഉള്ളത് നെഗറ്റീവ് ആയിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആക്കി എടുക്കണമെന്ന് വിചാരിക്കും. അപ്പൊ അതിനകത്ത് ഇമേജിന്റെ ഇതൊക്കെ നമ്മൾ ഈ ഒരു സൈൻ കൺവെൻഷൻ ഉപയോഗിക്കുന്നത് പ്രോബ്ലംസ് ചെയ്യാനാണ്, ന്യൂമറിക്കൽസ് ചെയ്യാനാണ്. അപ്പൊ ന്യൂമറിക്കൽസിനകത്ത് നമ്മൾക്ക് എന്തൊക്കെ കിട്ടുക, ഇമേജിന്റെ സൈസ് കിട്ടും, ഇമേജിന്റെ ഡിസ്റ്റൻസ് കിട്ടും, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് കിട്ടും, മാഗ്നിഫിക്കേഷൻ കിട്ടും, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്, ഹൈറ്റ് ഓഫ് ദ ഇമേജ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ സൈൻ നമ്മൾ യൂസ് ചെയ്യണത് ഈ സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇമേജ് ഒബ്ജക്ട് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലാണ്, അപ്പൊ അതൊരു നെഗറ്റീവ് സൈൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 centimeters ഫ്രം ദ പോൾ എന്നാണ് പറയുകയാണെങ്കിൽ -5 ആവും
യു എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് യു എന്നും ഇമേജിന്റെ ഡിസ്റ്റൻസ് ബി എന്നും ഹൈറ്റ് ഓഫ് ദി ഇമേജ് എച്ച് ഡാഷ് എന്നും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എച്ച് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇത് ഫേമസ് ആയിട്ടുള്ള മിറർ ഫോർമുലയാണ്. ഈ ഒരു മിറർ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിക്ക എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൻ്റെ അകത്ത് ആൻസർ ചെയ്യാം. മാഗ്നിഫിക്കേഷൻ്റെ ഒരു ഫോർമുല കൂടി ഉണ്ട്, നമ്മൾ പഠിക്കും. 1/u + 1/v = 1/f. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണിത്. ഇതിൽ യു എന്താണ്? ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. വി എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഫോക്കൽ ലെങ്ത് എന്താണ്? എഫ് ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോർമുല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലയാണ് മിറർ ഫോർമുല എന്നാണ്. ഓക്കെ, അടുത്തത് മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുലയാണ്. മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ m = h2/h1, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ m = h'/h എന്ന് പറയും. അല്ലെങ്കിൽ m = -v/u, നെഗറ്റീവ് ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയും. ഈ ഫോർമുല, ഈ 2 ഫോർമുലയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. വെർച്വൽ ഇമേജിന് എപ്പോഴും മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവും, റിയൽ ഇമേജിന് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവും. ഇതിൻ്റെ അകത്ത് കുറച്ച് കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. m > 1 ആണെങ്കിൽ ഇമേജ് ബിഗർ ദാൻ ദ ഒബ്ജക്ട്, m = 1 ആണെങ്കിൽ ഇമേജ് സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്ട്, m ലെസ് ആണെങ്കിൽ ഇമേജ് സ്മോളർ ദാൻ ദ ഒബ്ജക്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലേ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അവർ പറയും ഈ ഇമേജിന്റെ സൈസ് എങ്ങനെയാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് അതിനെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ m > 1 ആണെങ്കിൽ ആ ഒബ്ജക്റ്റിനായിട്ടും വലിയൊരു ഇമേജ് നമുക്ക് കിട്ടാം. m = 1 ആണെങ്കിൽ ഇമേജിന്റെ സെയിം സൈസുള്ള ഒബ്ജക്റ്റ് നമുക്ക് കിട്ടാം. m ചെറുതാണെങ്കിൽ ഇമേജ് സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കിട്ടാം. ഇപ്പോൾ if m is positive then the image is virtual and erect. If m is negative then the image is real and inverted. ജസ്റ്റ് ഒരു വീഡിയോ കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ പൊസിഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവും, വെർച്വൽ വിഷ്വലൈസേഷൻ കിട്ടുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഒരു ക്ലാരിറ്റി നിങ്ങൾ കൂടും മിറർ ഫോർമുലയുടെയും മാഗ്നിഫിക്കേഷന്റെയും. Mirror formula and magnification. The mirror formula for spherical mirrors is a relationship between the object distance u, image distance v, and focal length f. In spherical mirror, the distance of the object from its pole is called the object distance u. The distance of the image from the pole of the mirror is called the image distance v. The distance of the principal focus from the pole is called the focal length f. The mirror formula expressed as 1/v = 1/u plus 1/f, equation 1. This formula is valid in all situations, for all spherical mirrors, for all positions of the object. We must use the new Cartesian sign convention while substituting numerical values for u, v, f, and r in the mirror formula for solving problems. Magnification. In most cases, the height of the image differs from the height of the object, means that the mirror has done some magnifying or reducing. Definition. Magnification for spherical mirrors is a ratio of the height of the image to the height of the object. It is usually represented by the letter m. If h is the height of the object and h is the height of the image, then the magnification m produced by a spherical mirror is given by m = height of the image h dash by height of the object h. m = h dash by h, equation 2. The magnification is also related to the object distance and image distance. It is expressed as magnification m = h dash by h = v by u. Cases. The image formed may be real or virtual depending on the position of the object.
1. When the image is real, it is inverted. That is, the image lies below the principal axis. Therefore, height of the image h dash is negative, as height of the object h is always positive. Therefore, m equals to h dash by h equals to negative. 2. When the image is virtual, it is erect. That is, the image lies above the principal axis. Therefore, height of the image h dash is positive, as height of the object h is always positive. Therefore, m equals to h dash by h equals to positive. The magnification is also related to the object distance and image distance. It is expressed as magnification m equals to h dash by h equals to v by u. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോന്ന് ഒരു വിഷ്വൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ എങ്ങനെയാണ് ആ ഫോർമുല വന്നതെന്നുള്ളതും ആ ഇമേജിന്റെ ഫോർമേഷനും ഒബ്ജക്റ്റിന്റെ ഫോർമേഷനും ഒക്കെ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിലേക്ക് കിടക്കാം. റീഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ. കാരണം റീഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു മാജിക്കൽ റിവ്യൂ എന്ന് പറയാം. മാജിക്കൽ വ്യൂ ഓഫ് എ ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മാജിക്കൽ സ്വഭാവം അല്ലെങ്കിൽ മാജിക്കൽ ഹാബിറ്റ് എന്ന് പറയാം. എന്നുവെച്ചാൽ റീഫ്രാക്ഷൻ കാരണമാണ് കുറേ ഫിനോമിനസ് നമ്മുടെ ഭൂമിയിൽ നടക്കുന്നത്. റീഫ്രാക്ഷന്റെ ഭാഗമായിട്ടാണ് കുറേ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് റീഫ്രാക്ഷൻ കുറച്ചുകൂടി ഡെപ്തിൽ നോക്കണം. കാരണം വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ്. നമുക്ക് എന്തായാലും റീഫ്രാക്ഷൻ ഫുൾ ഇതിൻ്റെ ഈ ഒരു ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് കവർ ചെയ്യില്ല, നമ്മൾ അടുത്ത സെക്ഷനിലാവും കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ ചെറുപ്പത്തില് എന്താ ചെയ്യുക, നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചില കുട്ടികളൊക്കെ കൈയിട്ടിട്ട് അതിങ്ങനെ ഇളക്കി നോക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വല്ല പേന പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇടും. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി, നമ്മളിപ്പോൾ ഒരു പേന വെള്ളത്തിൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ മുക്കി വെക്കുകയാണെങ്കിൽ അതിന്റെ എന്ത് പറ്റും? ആ പേന മുക്കണ പൊസിഷനിലാവില്ല ശരിക്കും ആ പേന കിട്ടുക. അതിന്റെ അകത്തുകൂടെ നോക്കുകയാണെങ്കിൽ, ഗ്ലാസിന്റെ അകത്തുകൂടെ നോക്കുകയാണെങ്കിൽ അത് ഷിഫ്റ്റ് ആയി ഉണ്ടാവും. അതിന്റെ ആ ഒരു ഇമേജ് ഷിഫ്റ്റ് ആയി ഉണ്ടാവും. പിന്നെ മാഗ്നിഫൈ ചെയ്തിട്ട് ഒത്തിരി കാണും. അപ്പൊ ഇതെന്താണ്? ഇതൊരു റിഫ്രാക്ഷന്റെ ഫിനോമിന. റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നുണ്ട്, ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? ഈ ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ നേരെയാവും പോവാം. പക്ഷെ നമുക്കിപ്പോ ഈ ലൈറ്റ് റേനെ ബെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? വന്ന് ഹിറ്റ് ചെയ്തിട്ട് വേറൊരു പോയിന്റിലേക്ക് അത് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. പക്ഷെ നമുക്കതല്ല, നമുക്ക് അതേ പാത്ത് കൂടെ ഫോളോ ചെയ്യണം. അതേ ഡയറക്ഷനിൽ ആ ലൈറ്റ് റേ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റീഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന യൂസ് ചെയ്യും. അപ്പൊ റീഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് എയറിലേക്ക് അല്ലെങ്കിൽ എയറിൽ നിന്ന് വാക്യൂമിലേക്ക് ഇപ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ ആ മീഡിയൻസിന്റെ ഇന്റർഫേസിലുള്ള പോയിന്റിൽ എന്ത് പറ്റും? ലൈറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്നൊരു കേസാണ് എന്ത് പറയണത്? റീഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറ്റും? ഒരു മീഡിയം 1 നിന്ന് മീഡിയം 2ലേക്ക് പാസ് ചെയ്യുമ്പോൾ ഇന്റർഫേസിന്റെ അവിടെ വെച്ചിട്ട് ലൈറ്റ് റേ ബെൻഡ് ആയി പോകും. അപ്പൊ അതാണ് നമ്മൾ റീഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണ ഒരു സ്വഭാവം ലൈറ്റിന്റെ. അത് കുറച്ചും ഡെപ്തിൽ പോകുമ്പോൾ നമുക്ക് കുറെ മനസ്സിലാവും. ഇതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്, കുറെ അതുപോലെ തന്നെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ. നമ്മൾ പ്രകൃതിയിൽ കണ്ടുവരുന്ന എല്ലാത്തരം ഫിനോമിനാസ്, ഫോർ എക്സാമ്പിൾ സൺറൈസ്, സൺസെറ്റ്, അതുപോലെ തന്നെ ബ്ലൂ കളർ ഓഫ് ലൈറ്റ്, അതുപോലെ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, ഇതൊക്കെ എന്താണ്? റീഫ്രാക്ഷന്റെ ഒരു ഫിനോമിനയാണ്. ആക്ച്വലി ഇല്യൂഷൻസ് ആണ്. ലൈറ്റിന്റെ ഫിനോമിനസ് ഒക്കെ ഇല്യൂഷനിലാണ്. ഇപ്പോൾ സ്റ്റാർസ് ആക്ച്വലി ട്വിങ്കിൾ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർസ് ഒരിക്കലും ട്വിങ്കിൾ ചെയ്യണില്ല. അവിടെ നമുക്ക് ട്വിങ്കിൾ ആയിട്ട് തോന്നണതാണ്. നമുക്ക് എന്താണ് നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണത്. ഇപ്പോ സയൻസിന്റെ ക്വാണ്ടം ഫിസിക്സിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കോസ്മിക് യൂണിവേഴ്സിന്റെ അകത്ത് എന്തൊക്കെ മാറ്ററിന്റെ ഇൻഫ്ലുവൻസ് വരുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ ഒരു ഇലൂഷണൽ സ്വഭാവമുള്ള കാര്യമാണ്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്റ്റാർ ഉണ്ട്, അത് ട്വിങ്കിൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ ആക്ച്വലി സ്റ്റാർ ട്വിങ്കിൾ ചെയ്യുന്നുണ്ട്? ഒരിക്കലും ഇല്ല. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എർത്തിന് പുറത്ത്, ഇപ്പൊ നമ്മൾ എർത്തിനകത്ത് നോക്കുമ്പോൾ സ്റ്റാർ ട്വിങ്കിൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എർത്തിന് പുറത്ത് ഒരു വാക്യൂമിൽ നിൽക്കുകയാണ്, സ്പേസിൽ നിന്നിട്ട് നമ്മൾ ആ സെയിം സ്റ്റാറിന് നോക്കുകയാണെങ്കിൽ ആ സ്റ്റാർ ട്വിങ്കിൾ ചെയ്യുന്നുണ്ടാവില്ല, ജസ്റ്റ് ഒരു ഡോട്ട് മാത്രം ഉണ്ടാവുള്ളൂ. ആ ഡോട്ട് വൈറ്റ് ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? ആക്ച്വലി അത് വൈറ്റ് കളർ ആവില്ല. അത് അതിന്റെ ലൈറ്റ് റേ എല്ലാം കൂടി ട്രാവൽ ചെയ്ത് വന്ന് കൺവേർജ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമുക്കത് വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണുന്നത്. ആക്ച്വലി ഒരു ട്രമെൻഡസ് കളറായിട്ടാവും അത് കാണുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കും. വൈറ്റ് ലൈറ്റ് എങ്ങനെയാണ് നമ്മൾ ശരിക്കും വൈറ്റ് ലൈറ്റ് ആണോ? നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് അത് ശരിക്കും ഒരു വൈറ്റ് ലൈറ്റ് ആണോ? അതായത് കോമ്പിനേഷൻ ഓഫ് ലൈറ്റ്സ് ആണോ, കളേഴ്സ് ആണോ എന്നൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ റീഫ്രാക്ഷൻ ഒരു മാജിക്കൽ എന്താ പറയാ ഫിനമിനാണ്. അപ്പോൾ ആ ഒരു ഫിനമിന നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ആ ഫിനമിനെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ശരിക്കും ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെന്റ് ഉള്ളൂ. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് ആ ഗ്ലാസ് വെള്ളത്തിൽ ഒരു പെൻസിൽ മുക്കി വെക്കാം, അല്ലെങ്കിൽ ആ ഗ്ലാസിന്റെ അടിയിൽ ഒരു കോയിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേളിക്ക് അടിയിലേക്ക് ആക്കി നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് കാണാൻ പറ്റും എന്താണ് ആ കോയിൻ ഇരിക്കുന്ന സ്ഥലത്തല്ല നമ്മൾ കോയിന്റെ ഇമേജ് കാണാം, എത്ര ഷിഫ്റ്റ് ചെയ്തിട്ടാവും കോയിന്റെ ഇമേജ് കാണാന്നുള്ളത്. അപ്പൊ ഈ വീഡിയോ ജസ്റ്റ് കണ്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാം എക്സ്പെരിമെന്റ്. ആ ഫിസിക്സ് എപ്പോഴും നമ്മൾ എക്സ്പെരിമെന്റൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും ഡെപ്തിൽ. Refraction of light. Have you observed the path of light when it enters from one medium to another in daily life? Does it move along a straight line path or changes its direction? Let us observe some of our day-to-day experiences. For example, when a pencil, partly immersed in water, it appears to be broken at the interface of air and water. A clear pool of water always appears to be shallower than it actually is. A coin placed at the bottom of a beaker containing water seems to be raised. When a thick glass slab is placed over some printed matter, the letters appear raised when viewed through the glass slab. Why does it happen? Let us understand the reason with this illustration. Let us consider a water tumbler and a pencil. When the pencil is partly immersed in water in a glass tumbler, it appears bent or broken to the observer. We know for a fact that the pencil is not bent at all. It just appears to be so. In this case, the light reaching observer from the portion of the pencil inside water seems to come from a different direction compared to the part above water. This makes the pencil appear to be displaced at the interface. Does the pencil appear to be displaced to the same extent if instead of water we use liquids like kerosene or turpentine? Will the letters appear to raise to the same height if we replace a glass slab with a transparent plastic slab? You will find that the extent of effect is different for different pair of media. These observations indicate that light does not travel in the same direction in all media. Definition. When a light ray travels from one optical medium to another, it suffers a change of direction at the surface of separation of the two media. This is known as refraction. Activity. Suppose we were to place a coin in a glass of water. The light bouncing off the coin underwater, for instance, would have to first travel through the water and then the air to reach an observer's eye. At the boundary, it gets refracted and reaches the observer's eye, thus appearing to be slightly raised. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയുക, ഈ കുറച്ച് എക്സ്പെരിമെന്റ്സ് ചെയ്യാനുള്ള ഒരു ഇതാണ്. റീഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ എക്സ്പെരിമെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു എന്താ പറയുക ഒരു ഇല്യൂഷനാണ്. നമ്മൾ മെജീഷ്യൻസ് ചെയ്യുന്ന ട്രിക്സ് കണ്ടിട്ടുണ്ട്, അപ്പോൾ ട്രിക്സ് ശ്രദ്ധിച്ചാൽ മതി. അതെല്ലാം ഒരു സയന്റിഫിക് റീസൺ ഉണ്ടോ അതിന്റെ പുറകിൽ? മെജീഷ്യൻസിന്റെ ഇലൂഷനാണ് അവരുടെ എന്താ പറയുക വെപ്പൺ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു മെജീഷ്യന് ആള് ചെയ്യണത് ആക്ച്വലി അത് എന്താ, അത് ലിറ്ററലി പോസിബിൾ ആയ കാര്യമില്ല. പക്ഷെ അത് ഇലൂഷനിലാണ് മോസ്റ്റ് ഓഫ് ദ മാജിക് ട്രിക്സ് കാണുന്നത്. അത് ഇതുപോലെ തന്നെ ട്രൂത്ത് ആണ്, ഫാക്ട് ആണ്, പക്ഷെ ഇലൂഷനിലാണ്, ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പോലെ. അപ്പോൾ
പണ്ട് കാലത്ത് ഒരു ഗ്രേറ്റ് മജീഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അയാള് ഫൈനൽ മാജിക് ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട് ഉണ്ട് ആളുടെ കയ്യില്, പഴയൊരു നോട്ട്. ആ നോട്ടിന്റെ പകുതി എന്താണ് ആള് ഒരു മരത്തിന്റെ അകത്തേക്ക് ആക്കും. എന്നിട്ട് പറയും എന്നുവെച്ചാൽ ഈ നോട്ടിന്റെ പകുതി ഈ മരത്തിന്റെ അകത്തുണ്ടെന്ന് പറയും. അപ്പൊ എല്ലാരും ചെക്ക് ചെയ്യും എന്താണ് ഇയാൾ പറഞ്ഞത് ശരിയാണോ. ആക്ച്വലി പോസിബിൾ അല്ല. ഇപ്പൊ ഒരു ഫുള്ളി ഗ്രോൺ ഒരു മരത്തിന്റെ അകത്ത് നമ്മൾ എങ്ങനെ കോറിൽ എങ്ങനെയാണ് ഒരു നോട്ട് വെക്കുക, നമ്മുടെ പൈസ നോട്ട്? ഇറ്റ്സ് ലിറ്ററലി ഇമ്പോസിബിൾ. പക്ഷെ ഇയാളുടെ ഗ്രേറ്റസ്റ്റ് മാജിക് ട്രിക്ക് എന്ന് വേൾഡ് തന്നെ പറഞ്ഞിട്ടുള്ള ഈ ട്രിക്കിന്റെ പിന്നിൽ ഒരു രഹസ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ ആൾക്കാരും കൂടി ഇയാൾ എന്തെങ്കിലും പറഞ്ഞ സത്യമാണെന്ന് നോക്കണല്ലോ. ഇത് ന്യൂയോർക്ക് സിറ്റിയില് സെൻട്രൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സെൻട്രൽ പാർക്കിന്റെ നടുക്ക് വെച്ചാണ് ഇയാൾ ഈ മാജിക് ട്രിക്ക് ചെയ്തത്. അതിന്റെ നടുക്കുള്ള ഒരു മരത്തിൽ വെച്ചായിരുന്നു. ആക്ച്വലി ഇവർ ഈ മരം കട്ട് ചെയ്തു ഇയാളുടെ പറച്ചിലില്. അപ്പൊ ഇതൊരു പഴയൊരു മരമാണ്, അത്യാവശ്യം നല്ലൊരു പഴക്കമുള്ള ഒരു മരമാണ്, പ്രായ ഒരു മരമായിരുന്നു. അപ്പോ ഇത് കട്ട് ചെയ്തപ്പോ എന്താണ് ഇവർ കണ്ടത്? ആ മരത്തിന്റെ അകത്ത് ഈ നോട്ടിന്റെ പകുതി പീസ് അതിന്റെ അകത്ത് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സർപ്രൈസ് ആയി പോയി. ഇറ്റ്സ് ലിറ്ററലി ഇമ്പോസിബിൾ. പക്ഷെ അതൊരു ആക്ച്വലി അത് ആ മരത്തിന്റെ സാധനം, ആ പേപ്പർ അതിന്റെ അകത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ആ ട്രിക്കിന്റെ പുറകിലൊരു സയൻസ് ഉണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആൾക്കാർക്ക് മനസ്സിലായത്. വെച്ചാ ഈ ഒരു വ്യക്തി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അച്ഛനും മജീഷ്യൻ ആയിരുന്നു. അപ്പൊ ഇയാളുടെ ചെറുപ്പകാലത്ത് ഒരു 10 വയസ്സ് അല്ലെങ്കിൽ ഒരു 6 വയസ്സായിരുന്നു, 6-7 വയസ്സുള്ളപ്പോ ഇയാൾ എന്ത് ചെയ്തു? ഇയാള് ഇതിന്റെ ഇയാളുടെ നോട്ടിന്റെ പകുതി ഈ വളർന്നു വരുന്ന മരത്തിന്റെ അകത്ത് വെച്ചിട്ട് എന്താ പറയാ വെച്ചിട്ട് പോയി, സീൽ ചെയ്ത് വെച്ച് പോയി. അപ്പൊ ഈ മരം വളർന്നപ്പോ ഈ നോട്ടിന്റെ പൊസിഷൻ പോയിന്റ് മാത്രം അതിന്റെ അകത്ത് ഇരുന്നു. മരം വളർന്ന് 10-20-30 കൊല്ലം കഴിഞ്ഞപ്പോ മരം വളർന്ന് വലിയൊരു മരമായി. നോട്ട് അതിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ മരം മുറിച്ചപ്പോ ആ നോട്ട് അതിന്റെ അകത്ത് കണ്ടത്. അപ്പോ എല്ലാം ഒരു ഇലൂഷനാണ്, ഒരു ട്രിക്കാണ്. അപ്പൊ ഇതെന്ന് വെച്ച് ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്നതും ഒരു തരം ഇലൂഷനാണ്, ഒരു ട്രിക്കാണ്. അപ്പോ ഈ ഒരു ഇലൂഷനും ട്രിക്കാണ് മൊത്തം യൂണിവേഴ്സിനെ നമ്മൾ ആക്ച്വലി കാണുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇരിക്കാം എല്ലാവരും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് തൊട്ടുള്ള ടോപ്പിക് ആവും. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് ആ ടെക്സ്റ്റിലാണെങ്കിൽ ടെക്സ്റ്റ് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം നമുക്ക് എല്ലാവർക്കും. താങ്ക് യു.